കോട്ടയം തിരുവാർപ്പിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. സംഭരിക്കുന്ന നെല്ലിന് മില്ലുകൾ കിഴിവ് ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തി. അതിനിടെ നെല്ല് സംഭരണത്തിന് 353 കോടി രൂപ സർക്കാർ അനുവദിച്ചു. തിരുവാർപ്പ് മലരിക്കൽ ഭാഗത്തെ നെൽകർഷകരാണ് മില്ലുടമകളുടെ സമ്മർദ്ദത്തിൽ വഴിമുട്ടി നിൽക്കുന്നത്. 14 ദിവസം കഴിഞ്ഞിട്ടും കൊയ്തിട്ട് നെല്ല് സംഭരിക്കാൻ മില്ലുകൾ തയ്യാറായിട്ടില്ല. നെല്ലിന്റെ ഗുണനിലവാരം കൊണ്ടുതന്നെ ഇതുവരെ കിഴിവ് നൽകാത്ത പാടശേഖരമാണിത്. എന്നാൽ 3 മുതൽ 5 വരെ കിഴിവ് നൽകണമെന്നാണ് ഇപ്പോൾ മില്ലുടമകൾ ആവശ്യപ്പെടുന്നത്. 14ാമത്തെ ദിവസമായി നെല്ല് 2 പ്രാവശ്യം ഇത് മറിച്ചിടുന്ന ഒരാൾക്ക് 1000 രൂപ കൂലിയാ. 4-5 മണിക്കൂറേ പണിയത്തുള്ളൂ. ഇത്രയും നെല്ലൊക്കെ മറിക്കണ എത്ര ആളുകൾ വേണം? ഈ മാസം 3-നാണ് വിളവെടുപ്പ് ആരംഭിച്ചത്. 1800 ഏക്കർ പാടശേഖരത്ത് 25 യന്ത്രങ്ങൾ കൊയ്യുന്നുണ്ട്. നിലവിൽ 400 ഏക്കറിലെ വിളവെടുപ്പ് പൂർത്തിയായി. ബാക്കിയുള്ള പാടശേഖരത്തിൽ നെല്ല് കൊയ്യാനുള്ളപ്പോഴാണ് മില്ലുടമകളുടെ സമ്മർദ്ദം. അപ്രതീക്ഷിത വേനൽമഴ പെയ്യുന്ന സാഹചര്യത്തിൽ കൊയ്തുകൂട്ടിയ നെല്ല് നനഞ്ഞ് നശിക്കാൻ സാധ്യതയുണ്ട്. കിഴിവ് നൽകുന്നതിലെ തർക്കം പരിഹരിക്കാതെ വന്നാൽ ജില്ലയിലെ ഏറ്റവും മികച്ച നെല്ല് നശിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഈ അന്നം ഉണ്ടാക്കുന്നത് ഇവരുണ്ടാക്കിയില്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ്? ഇതിന് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു കൊടുത്ത തുക പോലും ഇവർക്ക് കൊടുത്തില്ല. അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് കൊടുത്തില്ല. ഇതിനിടെ നെല്ല് സംഭരണത്തിന് 353 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് തുക അനുവദിച്ചത്. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം അടിയന്തരമായി തുക അനുവദിച്ചത്. ജില്ലാ കളക്ടറുമായി കർഷകർ ചർച്ച നടത്തിയിട്ടും യാതൊരു പ്രയോജനവും കിഴിവിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല. എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് തന്നെയാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.